സഹൃദയരെ കലാസ്നേഹികളെ പ്രകമ്പന മൂവി ഉണ്ടായിരുന്നു ഞാൻ. ശരിക്കും ഞാൻ പറയില്ല, ഈ പടം നമ്മൾ മറ്റേ പുതുമയുള്ളൊരു സാധനമാണ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനമാണ്, അങ്ങനത്തെ ഒരു ഹൊറർ കോമഡി ടൈപ്പാണെന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടില്ല. ഞാൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഉറപ്പായിട്ടും നമ്മുടെ ഈ രോമാഞ്ച സിനിമയൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു ടച്ചുള്ള ആ ഒരു ലെവലുള്ള സിനിമ തന്നെയാണ് ഇത്. ഇതിൽ കൂടുതലും ഡയലോഗ് ഹ്യൂമറും സിറ്റുവേഷണൽ കോമഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെയാണ് ഇതിന്റെ രീതി പോകുന്നത്. പക്ഷേ ഇത് ഒരിക്കലും രോമാഞ്ചം ആക്കാനായിട്ട് ശ്രമിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. രോമാഞ്ചം പോലത്തെ ഒരു സിനിമയെ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുമെങ്കിലും ഇത് രോമാഞ്ചം പോലത്തെ ഒരു സിനിമയാണ് എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. ഏകദേശം അതേ ഒരു ടൈപ്പ് ആണെങ്കിലും വേറൊരു സാധനമാണ്. ബട്ട് ഇറ്റ് വാസ് നൈസ് മൂവി. ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്ന, തിയേറ്ററിൽ പോയി നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണിത്. പിന്നെ ഇതിലെ പ്രകടനങ്ങൾ, അതായത് നമ്മുടെ കുർദൂസ് മീഡിയയിലെ ഗിരിയേട്ടൻ, പിന്നെ നമ്മുടെ ഗണപതി, 3 പേരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയല്ലോ, നമുക്ക് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഗിരിയേട്ടൻ തന്നെയാണ്. ഗിരിയേട്ടൻ എനിക്ക് ആ പുള്ളി പറയുമ്പോൾ എനിക്ക് ആ സാധനം ഇപ്പോൾ ഓർമ്മ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് 1-2 സീനുണ്ട്. ഒരു പ്രസംഗം പോലെ പുള്ളി ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഓൾഡ് ഒരു ക്യാരക്ടറായിട്ട് പുള്ളി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു സാധനം അതിനകത്തുണ്ട്. അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൺവിൻസ് ആവുന്നുണ്ട്. ഈ ഒരു ഭാഷ, കണ്ണൂർ ഭാഷ, അവർ കണ്ണൂർ ഭാഗത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനം, ഡയലക്റ്റും ആ ഒരു രീതിയും, എനിക്ക് പിണറായി വിജയൻ്റെ ഒരു ചോടൊക്കെ വന്നു ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ്റെ ഒരു ശരീര പ്രകൃതം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രകടനത്തിന്റെ കാര്യത്തിൽ ഇവർ 3 പേരും, ഇതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും, ഈവൻ സൈഡ് ക്യാരക്ടർ സുബിൻ ടാർസൻ, നമ്മൾ വ്ളോഗിലൊക്കെ കണ്ടിട്ടുള്ള പുള്ളി ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും ചെറുതും വലുതായിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം വളരെ കൺവിൻസിംഗ് ആയിട്ട് നന്നായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ കാണുന്ന ഒരു ഒഴിപ്പിക്കൽ, എക്സോസിസം കാര്യങ്ങൾ, അതായത് ഇതിന്റെ ബേസിക് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഒരു പ്രേതം പൊസസ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനമാണ് ഇതിന്റെ ഒരു ബേസിക് പ്ലോട്ട് വരുന്നത്. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന സാധനങ്ങൾ അതെങ്ങനെ കയറി അതെങ്ങനെ മാറ്റാൻ എന്നുള്ള സാധനമാണ്. പക്ഷേ കൺവെൻഷണൽ രീതിയിൽ ഈ പടത്തിൽ നമ്മൾ സാധാരണ കാണും, ഒഴിപ്പിച്ച് കളയുന്നു എന്നൊരു സാധനത്തിൽ നിന്ന് മാറിയിട്ടൊരു വെറൈറ്റി അറ്റംപ്റ്റ് ഇവർ ആക്ച്വലി ഇതിനകത്തൊരു സ്പൂഫ് ടൈപ്പ് ഓഫ് ഒരു സാധനം ഇതിന്റെ ക്ലൈമാക്സിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ലൈക്ക്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സാധാരണ കാണുന്ന ഒരു സാധനം അല്ലാത്ത രീതിയിൽ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. മേ ബി അടുത്തൊരു പാർട്ടിലത്തേക്ക് ഒരു ത്രെഡായിട്ട് വേണമെങ്കിൽ അത് ഇടാം. ഗണപതി കുറച്ച് സീനുകളുണ്ട്. ഞാൻ ചില സാധനങ്ങൾ ശ്രദ്ധിച്ചാണ്. ഗണപതി വളരെ നല്ലൊരു ആക്ടറാണ്. പുള്ളി വളരെ വാരി വലിച്ചങ്ങനെ അഭിനയം ഇട്ടുന്ന ഒരാളല്ല. എന്നാൽ വളരെ നൈസായിട്ട് ചെയ്തിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ചില ഭാവ വ്യത്യാസങ്ങൾ, പേടിക്കുന്ന കുറച്ച് സാധനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പൊതുവെ വളരെ നിസ്സാരമായിട്ട് വളരെ ഈസി ആയിട്ട് പുള്ളി കൈകാര്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു നല്ല ആക്ടറാണ്. പിന്നെ നമ്മുടെ ഗിരിയേട്ടൻ സാഗർ സൂര്യ, പുള്ളി, ഞാൻ ഫസ്റ്റ് പുള്ളിയുടെ ഈ സിനിമയിലെ കുറച്ച് ആദ്യത്തെ തുടക്ക ഭാഗങ്ങൾ കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു അഭിനയം കുറച്ച് എക്സെൻട്രിക് ആയിട്ട്, പക്ഷേ ഓവറായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് അത് നോർമലാണ്. പുള്ളി ഒരു കഥാപാത്രം അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ പുള്ളി കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സാധനമുള്ള പുള്ളിക്കാണ്. പുള്ളി ഇതിനകത്തൊരു പൊസസ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള 1-2 ഭാവങ്ങളും അഭിനയവും ക്യാരക്ടർ ചേഞ്ചും ഒക്കെ വളരെ കിടില വരുന്നുണ്ട്. പടം വോത്ത് വാച്ചാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാം. നമുക്ക് ചിരിക്കാനുള്ള, നമുക്ക് സന്തോഷമായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു വകുപ്പുള്ള ഒരു സിനിമയാണ്. സോ ഇറ്റ്സ് എ വോത്ത് വാച്ച്. എല്ലാവരും പോയി കാണും.